ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികൾ മാരകമായ ആക്രമണം നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൂനെ ആസ്ഥാനമായുള്ള സാമൂഹിക പ്രവർത്തകൻ ശ്രീജിത്ത് രമേശനും കുടുംബവും ഇതേ മനോഹരമായ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏപ്രിൽ 18-ന് താനും ഭാര്യയും 2 കുട്ടികളും ചേർന്ന് ബൈസരൺ താഴ്വര സന്ദർശിച്ചതും അപ്രതീക്ഷിതമായി ഭീകരരുടെ ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ പകർത്തിയതും ഒരു പേടിയോടെ ഓർക്കുകയാണ് മലയാളി കൂടിയായ ശ്രീജിത്ത് രമേശ്. പൂനെയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് കുടുംബം ഭീകരാക്രമണത്തെക്കുറിച്ച് അറിഞ്ഞത്. പ്രതികളായ 4 പേരുടെയും ഫോട്ടോകൾ അധികൃതർ പുറത്തുവിട്ടു. ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ യാത്രാ ഫോട്ടോകളും വീഡിയോകളും പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഭീകരരിൽ 2 പേരെ തിരിച്ചറിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ മകൾ സോഷ്യൽ മീഡിയ റീലിനായി റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ പശ്ചാത്തലത്തിൽ തീവ്രവാദികളെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേരെ രമേശൻ കണ്ടതോടെയാണ് വഴിത്തിരിവുണ്ടായത്. തുടർന്ന് രമേശൻ വീഡിയോയും സ്റ്റില്ലുകളും ലോക്കൽ പോലീസിനും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-ക്കും കൈമാറി. സമഗ്രമായ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന പദവി വഹിച്ചിട്ടും ബൈസരൺ താഴ്വരയിൽ ശക്തമായ സുരക്ഷാ നടപടികളുടെ അഭാവവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.